അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല വ അൻത തജ്അലൽ ഹുസ്ന ഇദാ ശിഅത സഹ്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി അഊദു ബിക മിൻ ഹമസാതി ശയാത്തീൻ വഅഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ആഴ്ച SIRന്റെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എന്റെ മോൾ അത്യധികം ആകാംക്ഷയോടെ ഞങ്ങളുടെയൊക്കെ പേര് അതിൽ തിരയുകയായിരുന്നു. അവൾക്ക് 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്. എന്റെയും അവളുടെയും പേര് ആ ലിസ്റ്റിലുണ്ട്. പക്ഷെ എത്ര നോക്കിയിട്ടും അവളുടെ ഉപ്പാന്റെ, എന്റെ ഹസ്ബൻഡിന്റെ പേര് അതിൽ കണ്ടില്ല. അവളെ ഉള്ളില് ഭയങ്കര പേടി ഉണ്ടായിരുന്നു. അത് മുഖത്തിൽ പ്രകടമാവും ചെയ്തിരുന്നു. അസമിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട പൗരത്വം നഷ്ടപ്പെട്ടവരുടെ കഥ, റോഹിംഗ്യകളുടെ കഥ, അനീതി നഷ്ടപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ അരക്ഷിതാവസ്ഥ ഒക്കെ അവൾക്കറിയാം. ഇതിന്റെ സീരിയസ്നെസ് വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും എന്റെ ഉള്ളിലും ഒരു പേടി വന്നു. അന്നത്തെ തറാവീന് വേണ്ടത്ര ശ്രദ്ധ കിട്ടിയില്ല. അന്നത്തെ നമസ്കാരത്തിൽ മാലിക് യൗമിദ്ദീൻ എന്ന വചനം ഓതിയപ്പോൾ ഞാൻ ഏറെ ഭയപ്പെട്ടു. തീർച്ചയായും ഒരു പ്രതിഫല ദിവസം വന്നെത്തുക തന്നെ ചെയ്യും. അന്നേ ദിവസം അള്ളാഹു പ്രസിദ്ധീകരിക്കുന്ന ആ ഫൈനൽ ലിസ്റ്റിൽ നമ്മൾ തിരയും സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശന പട്ടികയിൽ. ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു, ഈ ദുനിയാവ് ഒരിക്കലും ശാശ്വതമല്ല. നമുക്കൊക്കെ അറിയാതെ വരാനിരിക്കുന്ന നാളെയെ കുറിച്ചോർത്ത് നമ്മൾ വല്ലാത്ത ബേജാറില്ല. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, തീർച്ചയായും വരാനിരിക്കുന്ന ആ പ്രതിഫല ദിവസത്തിൽ അള്ളാഹു പ്രസിദ്ധീകരിക്കുന്ന ആ ലിസ്റ്റിൽ നമ്മൾ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ പ്രവേശനം ലഭിക്കുക എന്നത്? സ്വർഗത്തിലേക്കുള്ള ആ പ്രവേശന പട്ടികയിൽ ആദ്യം നമ്മൾ നമ്മളെ പേര് നോക്കും. പിന്നെ ഞാൻ എന്റെ മക്കളെ പേര് നോക്കും, ഭർത്താവിന്റെ പേര് നോക്കും, മാതാപിതാക്കളുടെ പേരുണ്ടോ എന്നൊക്കെ തിരയും. അന്നേ ദിവസം ആ ലിസ്റ്റിൽ നമ്മളെ പേരില്ലെങ്കിൽ, ഇപ്പൊ ഈ SIR ലിസ്റ്റിൽ പേരില്ലാത്തപ്പോൾ നമ്മൾ അനുഭവിച്ച ആ പേടിയില്ലേ, അതിനേക്കാൾ എത്രയോ എത്രയോ ഇരട്ടിയായിരിക്കും. അങ്ങനെ സ്വർഗം നേടാൻ മാത്രം നമ്മൾ എന്തെങ്കിലും അമലുകൾ ചെയ്തിട്ടുണ്ടോ? കോടാനുകോടി ജനങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുമ്പോ, ആ കഅബ തവാഫ് ചെയ്യുമ്പോ, ആ കഅബ പണിതുയർത്തിയ ഇബ്രാഹിമും മകൻ ഇസ്മായിലും പ്രാർത്ഥിച്ചത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അത്രയേറെ വലിയ പുണ്യപ്രവൃത്തി ചെയ്തിട്ടും അവർ പ്രാർത്ഥിച്ചത് ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണേ എന്നാണ്. അങ്ങനെ അതുപോലെ സ്വർഗം നേടാൻ മാത്രം വിലപിടിപ്പുള്ള ഒരു അമലും നമ്മൾ ചെയ്തിട്ടില്ല. ഹാജറയെയും മകൻ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോഴും, പൊന്നുമോനെ ബലിയർപ്പിക്കാൻ കൽപ്പിച്ചപ്പോഴും മറുത്തൊരു ചോദ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരുന്നില്ല. പകരം അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാനിതാ കീഴൊതുങ്ങിയിരിക്കുന്നു എന്നായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറുപടി. ചെറിയ പരീക്ഷണങ്ങളിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, അള്ളാഹുവിന്റെ ഖദറിൽ ഉറച്ച വിശ്വാസമില്ലാത്ത നമ്മൾ എങ്ങനെ അവരൊക്കെയുള്ള സ്വർഗത്തിന് അർഹരാകും? സൂറത്തുൽ ഹുജറാത്തിലെ 1-ാമത്തെ ആയത്ത് തദബ്ബുർ ചെയ്തപ്പോ വല്ലാതെ സ്റ്റക്കായി പോയിരുന്നു. ഖുർആനിലെ ഓരോ ആയത്തുകളിലൂടെയും സഞ്ചരിക്കുമ്പോ വല്ലാത്ത ടെൻഷനാ. എവിടെയും എത്തിയിട്ടില്ല. അള്ളാഹുവേ, നിന്റെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന അമലുകൾ ചെയ്യാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സൂറത്തുൽ ഹുജറാത്ത് 1-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. ഹേ വിശ്വസിച്ചവരെ, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. നിശ്ചയമായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, അറിയുന്നവനാണ്. തദബ്ബുർ എന്താണെന്ന് അറിയുക പോലും ചെയ്യാത്ത ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഖുർആൻ ഓതുമ്പോൾ ഹൃദയം പങ്കെടുക്കാറില്ലായിരുന്നു. ഇപ്പോ പൂർണ്ണമായി മാറി എന്നല്ല, മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ. എത്രയോ തവണ ഓതിപ്പോയിട്ടുണ്ട്, ചിന്തിക്ക പോലും ചെയ്തിട്ടില്ല എന്റെ റബ്ബ് എന്നെ വിളിക്കുകയാണെന്ന്. ഓരോ വിശ്വാസികളെയും വിളിച്ച് ഒരു ഗൗരവമുള്ള കാര്യം ഉണർത്താനാണ് അള്ളാഹു വിശ്വാസികളെ വിളിക്കുന്നതെന്ന് ചിന്തിക്കുക പോലും ചെയ്യാറില്ലായിരുന്നു. ഇനി നമുക്കൊന്ന് നോക്കാം, അള്ളാഹുവിലും റസൂലിലും പരലോകത്തിലും വിശ്വസിച്ച വിശ്വാസികളാണോ നമ്മൾ? എന്നാൽ എന്താണ് അള്ളാഹു നമ്മളെ വിളിച്ചുണർത്തുന്നത് എന്ന്? ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മുമ്പിൽ നിങ്ങൾ മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കരുത്. എങ്ങനെയാ നമ്മൾ അള്ളാഹിനും റസൂലിനും മുൻകടന്ന് പ്രവർത്തിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്നവരാണ്. അതുപോലെ അള്ളാഹിന്റെ റസൂലിനെയും മുമ്പിൽ മുൻകടന്ന് ഒന്നും പ്രവർത്തിക്കരുത്. റസൂൽ പറഞ്ഞ കാര്യങ്ങൾ എന്നാൽ സുന്നത്തുകൾ എന്നാണ് അർത്ഥം. സുന്നത്തുകൾക്ക് നമ്മൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാറുണ്ടോ? ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ ദീനിലെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ വിശദമാക്കുന്നത്. അള്ളാഹും റസൂലും ഇല്ലാത്ത ഒരു നിമിഷം പോലും ഒരു മുസ്ലിമിനും ഉണ്ടാവില്ല. എന്ത് കാര്യത്തിലും അള്ളാഹുവിന്റെയും റസൂലിന്റെയും അഭിപ്രായമാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. രാവിലെ എഴുന്നേൽക്കുമ്പോ, ബാത്റൂമിൽ പോകുമ്പോ, ഭക്ഷണം കഴിക്കുമ്പോ, രാത്രി ഉറങ്ങാൻ പോകുന്നത് വരെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഖുർആനും സുന്നത്തും അനുസരിച്ചാണ്. ഈ ഖുർആനും സുന്നത്തും അനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ അള്ളാഹുവിനും റസൂലിനെയും മുൻകടന്നു എന്നാണ്. ഈ ഒരായത്തിൽ നമുക്ക് ഖുർആന്റെയും സുന്നത്തിന്റെയും പ്രാധാന്യം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വീണ്ടും അള്ളാഹു പറയുന്നുണ്ട്, വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവിൻ. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുക. ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹിന്റെ ശിക്ഷ ഭയക്കുന്നത് കൊണ്ട് ചെയ്യാതിരിക്കുക. ഇതാണ് തഖ്വ. അതുപോലെ അള്ളാഹും റസൂലും പറയാത്ത ഒരു കാര്യത്തിനു പിറകെ ലോകം മുഴുവൻ പോയാലും നമ്മൾ അതിന് പിന്നാലെ പോവരുത്. ദീനിന്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായമില്ല. അങ്ങനെ നമ്മൾ സ്വന്തമായ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ അള്ളാഹിനും റസൂലിനും മുൻകടന്നു. ദീനിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ പൊതുവെ നമ്മൾ പറയും, അതൊന്നും ഇക്കാലത്ത് നടക്കുന്ന കാര്യമല്ല എന്ന്. കല്യാണ സദസ്സുകളിലെ ആർഭാടങ്ങൾ കാണുമ്പോൾ വല്ലാത്ത പേടിയാണ്. അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും അങ്ങനെയുള്ള അനാചാരങ്ങളിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. ആ കല്യാണ സദസ്സുകളിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, എന്റെ റസൂലിങ്ങാനും ഈ സദസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് അവളുടെ വിവാഹ ദിവസം. അന്ന് മിക്ക പെൺകുട്ടികളും എല്ലാ വക്തും നമസ്കരിക്കാറില്ല. കാരണം വില കൂടിയ മേക്കപ്പ് നഷ്ടമാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒരു വിവാഹവേദിയിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങുന്ന സദസ്സിൽ ഇന്ന് മ്യൂസിക്കും ഡാൻസും ഒക്കെയായി മുസ്ലിം സമുദായത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള രീതികളാണ്. ഇതിനൊക്കെ ആര് പ്രതികരിച്ചോ അവർ ഒറ്റപ്പെടും. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നാണ് എല്ലാരും പറയുന്നത്. അതുപോലെ അള്ളാഹും റസൂലും ചെയ്യാൻ പറയാത്ത കാര്യങ്ങൾ ദീനിൽ കൊണ്ടുവരിക. നമ്മളായിട്ടൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇന്ന് പല കാര്യങ്ങളും ഈ പറയുന്ന ഞാനടക്കം അള്ളാഹിനെയും റസൂലിനെയും മുൻകടക്കുന്നുണ്ട്. വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ അള്ളാഹു ഖുർആനിൽ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഭംഗി നിങ്ങൾ പുറത്തേക്ക് കാണിക്കരുത് എന്ന്. നമുക്ക് ഈ പറയുന്ന എനിക്ക് പോലും ഒന്ന് പുറത്തു പോകുമ്പോ ഒന്ന് കണ്ണാടി നോക്കി ഓക്കെ എന്ന് പറഞ്ഞാ പുറത്തു പോവാറുള്ളത്. സെൽഫിമക്കനിടാൻ വല്ലാത്ത മടിയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് പ്രാർത്ഥിച്ചു, ഈ സെൽഫിമക്കനയോട് എനിക്ക് ഇഷ്ടം തോന്നാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി എത്ര പ്രിയപ്പെട്ടതാണെങ്കിലും അത് ത്യജിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹ് അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. സ്ത്രീയുടെ വസ്ത്രധാരണത്തെ കുറിച്ച് ഖുർആനിൽ വിശദമായി പറയുന്നുണ്ട്. ടൈറ്റ് ആവരുത്, നിഴലടിക്കരുത് എന്നൊക്കെ. നമ്മൾ ഓരോ സ്ഥലത്തേക്കും ഓരോ വേഷമാണ്. നമ്മൾ നമ്മളെ തന്നെ അനലൈസ് ചെയ്യുക, മറ്റാരും അനലൈസ് ചെയ്യണ്ട. ഇത് നമുക്കുള്ള വാണിംഗാണ്. ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹിനും റസൂലിനും മുൻകടന്നിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ, ഇവിടെയൊക്കെ നമ്മൾ അള്ളാഹിനും റസൂലിനും സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചു നോക്കാൻ. ധീരനായ ഉമർ റളിയല്ലാഹു അൻഹു പോലും
അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് കേട്ടാൽ ക്ഷീണിച്ച് നിലത്തിരിക്കുമായിരുന്നു. എന്നാൽ നമ്മളോ, നമ്മൾ എത്ര വത്തക്കുള്ള കേൾക്കുന്നുണ്ട്? നമ്മൾ അറിയുന്ന പോലുമില്ല. നമുക്ക് മാറണം. ഖുറാനിലെ ഓരോ വചനങ്ങളിലൂടെയും അള്ളാഹു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ച് ആ സ്വർഗത്തിന് വേണ്ടി, അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിക്കണം. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മളെപ്പോഴും ന്യായീകരിക്കും അള്ളാഹു ഗഫൂർ റഹീമാണെന്ന്. പക്ഷെ നമ്മുടെ ബേസിക് ആയ ഫാത്തിഹയിൽ പോലും പറയുന്നുണ്ട് അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയുന്നതിന്റെ തൊട്ടിപ്പുറത്ത് പറയുന്നത് അള്ളാഹു മാലിക് യൗമിദ്ദീൻ ആണെന്നാണ്. അള്ളാഹിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്ന ഒരു ദിവസം വരിക തന്നെ ചെയ്യും. ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നീതി കാണിക്കുക തന്നെ ചെയ്യും. അതുപോലെ അള്ളാഹുവിനെയും റസൂലിനെയും മുൻകടന്നവർ എന്ന് പറഞ്ഞാൽ ബിദ്അത്ത് ചെയ്യുന്നവരും അക്കൂട്ടത്തിൽ ഉൾപ്പെടും. ഒരാളോട് നബിദിനം ബിദ്അത്താണെന്ന് പറഞ്ഞ അവർ പറയും അത് റസൂലിനെ സ്നേഹിക്കാനല്ലേ, ഇഷ്ടം കാണിക്കാനല്ലേ എന്ന്. ശരിയാണ്, നമ്മൾ സ്നേഹിക്കണം. പക്ഷേ എന്തുകൊണ്ട് അള്ളാഹും റസൂലും നബിദിനം ആഘോഷിക്കാൻ പറഞ്ഞില്ല? എന്തുകൊണ്ട് സഹാബാക്കൾ നബിദിനം ആഘോഷിച്ചില്ല? ഏറ്റവും നല്ല ജനറേഷനായ അവരൊന്നും ആഘോഷിക്കാത്ത നബിദിനം എന്തുകൊണ്ട് നമ്മൾ ആഘോഷിക്കണം? അള്ളാഹ്ക്കും റസൂലിനും ഇങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കേണ്ടതെന്ന്, ഇഷ്ടപ്പെടേണ്ടതെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണോ? ഇതൊക്കെ അള്ളാഹുവിനും റസൂലിനും മുൻകടന്ന് ചെയ്യുന്നതാണ്. നമ്മൾ ആഘോഷിക്കുന്ന ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ബർത്ത്ഡേ, ആനിവേഴ്സറി ഡേ, ഇതൊക്കെ ക്രിസ്ത്യാനികളും ജൂതന്മാരും കൊണ്ടുവന്നതാണ്. എല്ലാവരും ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോ എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. അള്ളാഹിനെ സൂക്ഷിക്കണം. ഈ ആയത്തിന്റെ അവസാനം പറയുന്നത് എന്താണെന്നറിയോ? ഇന്നല്ലാഹ സമീഉൻ അലീം. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇവിടെ ഈ സിഫാത്ത് തന്നെ എടുത്തത് എന്തിനാ? നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്, കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു ചെയ്യണ്ട എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്കെതിരെ പ്രൂഫ് ഉണ്ട്. കാരണം അള്ളാഹു ഇന്നല്ലാഹ സമീഉൻ അലീം, എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇനി ചില ആൾക്കാർ ചെയ്യണം എന്ന് പറയുന്ന ചിലർ ചെയ്യണ്ട എന്ന് പറയും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ദഅമാ യുരീബുക ഇലാ മാ ലാ യുരീബുക. സംശയമുള്ളത് ഒഴിവാക്കി സത്യം മാത്രം പ്രചരിപ്പിക്കുക. നമുക്ക് ആ കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ അത് അങ്ങ് വിട്ടുകളയുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ദീനിന്റെ കാര്യത്തിൽ ശരിക്ക് പഠിക്കാതെ നമ്മളൊന്നും പറയാൻ പാടില്ല. അള്ളാഹും റസൂലും എന്താണ് പറഞ്ഞതെന്ന് അന്വേഷിക്കുക. ഒരു ഷൂ ധരിക്കുമ്പോൾ പോലും വലതുകാൽ ആദ്യം ഇടണമെന്നും ബാത്റൂമിൽ കയറുമ്പോൾ ഇടതുകാൽ മുന്തിക്കണമെന്നും പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സ്വർഗം നേടാൻ ആവശ്യമായ ഒന്നും തന്നെ പറയാതെ പോയിട്ടില്ല. നമ്മുടെ ലൈഫിൽ എന്തായിക്കോട്ടെ അള്ളാഹിനും റസൂലിനും മുൻകടക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കുക. ലാസ്റ്റ് ഒരു വാണിംഗ് കൂടി പറയുന്നുണ്ട്. തീർച്ചയായും അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ദീനിൽ എന്ത് കാര്യം കൊണ്ടുവരുമ്പോഴും അവിടെ അള്ളാഹിന്റെ കൽപ്പനയുണ്ടോ, റസൂലിന്റെ സുന്നത്തുണ്ടോ എന്ന് അന്വേഷിക്കണം. നല്ലതല്ലേ എന്ന് കരുതി എല്ലാം ചെയ്യാൻ പാടില്ല. ഇന്ന് ദീനിൽ വ്യാപകമായി ഇല്ലാത്ത പല പുത്തനാചാരങ്ങളും കൊണ്ടുവരാറുണ്ട്. സോഷ്യൽ മീഡിയ ഇപ്പോൾ അതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അറിവില്ലായ്മ കൊണ്ട് ആ തെറ്റായ കാര്യങ്ങളിൽ ചെന്നുപെടാൻ ഇടവരരുത് നമ്മൾ. അതിനാണ് നമ്മൾ ഖുർആനും സുന്നത്തും പഠിക്കേണ്ടതിന്റെ ആവശ്യം. അള്ളാഹു നമുക്ക് തിരിച്ചറിവും ബുദ്ധിയും നൽകിയതും ശരിയും തെറ്റും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ഇറക്കി തന്നത് സന്മാർഗം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതിലുപരി എല്ലാം പഠിപ്പിച്ചു തരാൻ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും നിയോഗിച്ചു തന്നു. എന്നിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ പിൻപറ്റുകയാണ് നമ്മളെങ്കിൽ നാളെ മഹ്ശറയിൽ അള്ളാഹിന്റെ കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഒരു മരണം നടന്ന 3 ദിവസത്തിലപ്പുറം സങ്കടപ്പെടാനുള്ള അവകാശം പോലും ഇല്ല. എന്നാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ 3, 7, 14 ഒക്കെ ഭയങ്കര ആഘോഷമാണ്. അള്ളാഹിന്റെ റസൂൽ ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ല. ഹിന്ദു മതാചാരത്തിലുണ്ട്. അതല്ലാതെ നമ്മുടെ ദീനിൽ ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അള്ളാഹിന്റെ റസൂൽ കാണിച്ചു തന്ന മാതൃകയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അത് മഹാന്മാരുടെ പേരിൽ ആണ്ടുനേർച്ച നടത്തുകയാണെങ്കിലും ശരി, ഇതൊന്നും അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ല. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. അതിനു വേണ്ടി പ്രയത്നിക്കണം, തൗബ ചെയ്യണം, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം.
ഞാൻ മനസ്സിലാക്കിയതാണ് ശരിയെന്ന് പറഞ്ഞ് തിന്മകളിൽ ഉറച്ചു നിൽക്കുമ്പോ, ഖുറാനും ഹദീസും പഠിക്കാതെ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് തിന്മകളിൽ ഉറച്ചു നിൽക്കുമ്പോ, നാളെ നമ്മളെ കാത്തു നിൽക്കുന്ന ഒരു ലോകമുണ്ട്. അവിടെ നരകത്തിന്റെ പാറാവുകാരായ മലക്കുകൾ ചോദിക്കും, നിങ്ങൾക്ക് മുന്നറിയിപ്പുമായി ആളുകൾ വന്നിട്ടും എന്തേ നിങ്ങൾ കേൾക്കാതിരുന്നത്? അപ്പോ നരകാവകാശികൾ പറയും, ഞങ്ങൾക്ക് താക്കീതുകാരൻ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെ കളിയാക്കുകയാണ് ചെയ്തിരുന്നത്. അവർ പറയുന്നത് കേൾക്കുകയോ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ വിലപിക്കും. അങ്ങനെ ഒരു ദുരവസ്ഥ നമുക്കുണ്ടാവരുത്. ഈ റമദാനിന്റെ തലേന്ന് ഒരു പുതിയ കുളിയെ പറ്റി കേട്ടിരുന്നു. മാസം കണ്ട ഒരു സുന്നത്ത് കുളിയുണ്ട്. എനിക്കറിയില്ല ദീനിൽ അങ്ങനെ ഒരു കുളിയുണ്ടോ എന്നറിയില്ല. ഇതിന് വല്ല തെളിവുണ്ടോ എന്നും അറിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല. അതുപോലെ മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഉൻസ് നമസ്കാരം, ഇതിനൊക്കെ എന്ത് തെളിവാ ഉള്ളത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചതല്ലാത്ത സുന്നത്ത് നോമ്പുകൾ, തസ്ബീഹ് നിസ്കാരം പോലുള്ള നമസ്കാരം ഒന്നും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടില്ല. ഇതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ്. നമുക്ക് പഠിപ്പിച്ചു തന്ന സംശയങ്ങളില്ലാത്ത ഒരുപാട് സുന്നത്തുകളുണ്ട്. മാസത്തിൽ 3 ദിവസം നോമ്പനുഷ്ഠിച്ചാൽ 30 ദിവസം നോമ്പനുഷ്ഠിച്ച കൂലിയാണ്. 13, 14, 15 ദിവസം തിങ്കളും വ്യാഴം സുന്നത്ത് നോമ്പുകളൊക്കെ റസൂലിന്റെ ചര്യയാണ്. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. 12 റക്അത്ത് റവാത്തിബ് നിസ്കരിച്ച സ്വർഗത്തിൽ ഒരു കൊട്ടാരം ലഭിക്കും. ആ സുന്നത്തുകളൊക്കെ മാറ്റിവെച്ച് എന്തിനാ നല്ലതല്ലേ എന്ന് കരുതി അറിയപ്പെടാത്ത സുന്നത്തുകളുടെ പിന്നാലെ പോകുന്നത്? അള്ളാഹു നമുക്ക് നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള തിരിച്ചറിവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പരിശുദ്ധ ഖുർആനിലെ അവതരണം ജനങ്ങൾക്ക് ഒരു ഉത്ബോധനമായിട്ടാണ്, ഉപദേശമായിട്ടാണ് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ശ്രമിക്കണം. ഖുർആനിൽ മുഴുവൻ അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളുമാണ്. ദുനിയാവിൽ വെച്ച് മനുഷ്യൻ അത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ശ്രമിക്കുകയില്ല. എന്നിട്ട് നാളെ പരലോകത്ത് വെച്ച് പറയും, ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ, ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന്. ഇതൊക്കെ സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ട്. എന്നിട്ടും ഈ ഖുർആനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇസ്ലാമിന്റെ ശരിയായ ആചാരാനുഷ്ഠാനങ്ങളെ മാറ്റിമറിച്ച് പിൽക്കാലത്ത് പലരും കൊണ്ടുവന്ന അന്യമതസ്ഥരുടെ പല ആചാരങ്ങളും കൊണ്ടുവന്ന് ദീനിനെ വികലമാക്കുകയാണ്. എല്ലാവരും നല്ലതല്ലേ എന്ന് കരുതി എല്ലാം ചെയ്തു വെക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹിന്റെ ആയത്തുകളെ തിരിഞ്ഞു കളയുന്നവരുടെ ഹൃദയങ്ങളെ അള്ളാഹു മൂടി വെക്കപ്പെടും. എന്നാൽ ചെയ്ത തെറ്റുകളിൽ ഖേദിച്ചു മടങ്ങുന്ന, പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. മനുഷ്യനായ തെറ്റ് പറ്റും, പക്ഷെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കരുത്. ഇന്ന് നമ്മളെ നാട്ടിൽ ഭയങ്കര അനാചാരങ്ങൾ നടക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന്റെ ആയത്തുകൾക്ക് നേരെ തിരിഞ്ഞു കളഞ്ഞ നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖന ഇത്തിബാഅ വഅരിനൽ ബാതില ബാതിലൻ വർസുഖന ഇജ്തിനാബ. സത്യം മനസ്സിലാക്കാനും അത് പിൻപറ്റാനുമുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. തെറ്റായത് തെറ്റാണെന്ന് മനസ്സിലാക്കാനും അത് ഒഴിവാക്കാനും ഉള്ള കൃപ നൽകണേ. അത് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കരുതേ റഹ്മാനെ. പരിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്ത് അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലാഹി എന്ന് പറഞ്ഞ കാണാതെ കണ്ട് ആരെ വിളിക്കാമോ, ആരോട് സഹായം തേടാമോ, ആരെ ഭയപ്പെടാമോ, ആരിൽ ഭാരമേൽപ്പിക്കാമോ, ആരോട് മാത്രമാണോ ജീവിതത്തെക്കുറിച്ച് ഉത്തരം ബോധിപ്പിക്കേണ്ടത്, അവനാണ് ഇലാഹ്. അവൻ അള്ളാഹു മാത്രമാണ്. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് ചുറ്റിലുണ്ടാവും. ഏത് പ്രയാസങ്ങളിലും റബ്ബിന്റെ ആശ്വാസവചനങ്ങളായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങേണ്ടത്. ലാ തഹസൻ ഇന്നല്ലാഹു മഅന. ദുഃഖിക്കേണ്ട, അള്ളാഹു കൂടെയുണ്ട്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഹസ്ബി അല്ലാഹ് വനിഅ്മൽ വക്കീൽ. എനിക്ക് എന്റെ റബ്ബ് മതി ഭാരമേൽപ്പിക്കാൻ. ഈ സമാധാന വാക്കുകൾ മാത്രം പോലെ നമുക്ക്. ഏത് വലിയ പ്രതിസന്ധിയാണെങ്കിലും എന്റെ ഹൃദയത്തിലുള്ളത് കാണാൻ, ഞാൻ പറയുന്നത് കേൾക്കാൻ എന്റെ റബ്ബിനേക്കാൾ മറ്റാരാ ഉള്ളത്? എന്റെ ഹൃദയത്തിന്റെ വേദനകൾ എന്നേക്കാൾ കൂടുതൽ എന്റെ റബ്ബിനറിയാം. ആ റബ്ബ് മതി നമുക്ക് ഭാരമേൽപ്പിക്കാൻ.
ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, നേർവഴി കാണിക്കാൻ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ. നന്മയുടെ ആളുകൾ എന്ന് പറഞ്ഞ് ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് എപ്പോഴും അള്ളാഹിനോട് കാവൽ തേടണം. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. സംശയമുള്ളതിന്റെ പിന്നാലെ എന്തിനാ നമ്മ ഓടിപ്പോകുന്നത്? സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നീട്ടിയിട്ടുള്ള പൊട്ടിപ്പോവാത്ത കയറായ ഖുർആനിന്റെ ആശയം മുറുകെ പിടിച്ച് നിലകൊള്ളുക. അവസാന കാലത്ത് എഴുത്തും വായനയും അറിയുന്ന വിശ്വാസികൾ ഖുർആനിന്റെ ആശയം അണപ്പല്ലുപയോഗിച്ച് കടിച്ചു പിടിച്ച് നിലകൊള്ളാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ എന്തിനാ നമ്മൾ ചെയ്യുന്നത്? പാടുണ്ടോ പാടില്ലേ അങ്ങനെ സംശയമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ എന്തിനു നമ്മൾ പോകണം? ഉറപ്പായിട്ടും ചെയ്താൽ പുണ്യമുണ്ട് എന്ന് പറയുന്ന ഒരുപാട് സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വേണ്ടാത്ത അനാചാരങ്ങൾ ആഘോഷിച്ച് എന്തിന് നമ്മൾ നഷ്ടക്കാരാവണം? അള്ളാന്റെ ഉത്ബോധനം വിട്ട് തിരിഞ്ഞു കളയുന്നവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. അവന്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കും. എന്നാൽ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് എത്ര തന്നെ പ്രയാസമുണ്ടായാലും എവിടുന്നോ ഒരു സമാധാനം ഉണ്ടായിരിക്കും. അത് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമാണ്. ആ ഒരു സമാധാനം പോലെ നമുക്ക് ഖുർആൻ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഒരു താക്കീതുമായിട്ടാണ്. അലം യഅതികും നദീർ എന്ന നരകത്തിലെ പാറാവുകാരുടെ ചോദ്യം നേരിടാനുള്ള ശക്തി നമുക്കുണ്ടോ? ഇല്ല, തീർച്ചയാണത്. നമുക്ക് രക്ഷപ്പെടണം, എനിക്കും നിങ്ങൾക്കും. ആ കത്തിയാളുന്ന നരകശിക്ഷ നേരിടാനുള്ള ശക്തി നമുക്കില്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള താക്കീതുകൾ അവഗണിക്കാതിരിക്കുക, മനസ്സിലാക്കുക, ബുദ്ധി കൊടുത്ത് ചിന്തിക്കുക. നാളെ വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, അവർ പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്തു മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആളുകളായിരുന്നില്ല എന്ന് പറയുന്ന ആളുകളാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഖുർആൻ അവഗണിക്കുന്ന, മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ആളുകളെ പരലോകത്ത് അന്ധരായ നിലയിലാണ് കാണപ്പെടുക. അള്ളാന്റെ ആയത്തുകൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടും അത് മറന്നു കളയുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ സൂറത്തുൽ മുൽക്കിലൂടെ ദിവസേന നമ്മൾ പാരായണം ചെയ്യാറുണ്ടെങ്കിലും അതിലൂടെ അള്ളാഹു ഇത്രയേറെ ഗൗരവമുള്ള കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് വിലക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹിന്റെ തൃപ്തിയിലായിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അന്യപുരുഷന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ ഔറത്ത് മറക്കണം. നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണെങ്കിലും അന്യപുരുഷന്മാരെ കാണുമ്പോൾ ഔറത്ത് മറക്കണം. മുൻഭാഗത്തെ മുടിയുടെ അല്പം ഭാഗമാണെങ്കിലും അത് ഔറത്താണ്. അള്ളാന്റെ കൽപ്പനയാണത്. അതനുസരിച്ചെങ്കിലേ ആ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ. താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന, ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും സങ്കല്പിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എങ്കിലേ നമുക്ക് കഴിയൂ. സ്വന്തത്തോട് അക്രമം കാണിച്ച അടിമയോട് പോലും അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ അള്ളാന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. നിങ്ങൾക്ക് പാപമോചനമുണ്ട്, വമ്പിച്ച പ്രതിഫലവുമുണ്ട്. അതുകൊണ്ട് ചെയ്ത തെറ്റുകളിൽ നിന്നും ഈ പുണ്യമാക്കപ്പെട്ട റംസാൻ സാക്ഷി നിർത്തി നമുക്ക് പാപമോചനം തേടാം. അള്ളാഹുവെ, ഞങ്ങൾ പാപികളാണ് റബ്ബേ. ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നീ കാരുണ്യവാനല്ലേ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. ഞങ്ങളോട് കരുണ കാണിക്കണേ റബ്ബേ. നീ വാഗ്ദാനം ചെയ്ത ആ സ്വർഗം നേടാനുള്ള അർഹത ഞങ്ങൾക്കില്ല റബ്ബേ. എന്നാ കത്തിയാളുന്ന നരകം സഹിക്കാനുള്ള ശക്തിയും ഞങ്ങൾക്കില്ല റബ്ബേ. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകിയ ഈ സന്മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണേ നാഥാ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവെ, നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നേരായ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ തെറ്റിച്ച് കളയല്ലേ റഹ്മാനെ. സത്യം സത്യമായി ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒരുപാട് ആൾക്കാർ ഞങ്ങളെ ചുറ്റിലുമുണ്ട് റഹ്മാനെ. അവർക്കെല്ലാം നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ. ഏതൊരു പ്രതിസന്ധിയിലും ഞങ്ങളെ ഈമാൻ തെറ്റിച്ച് കളയല്ലേ റഹ്മാനെ. ഞങ്ങളെ വീടുകളിൽ ഈമാനികാന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ.
ഞങ്ങളെ പൊന്നുമക്കളെ ഞങ്ങൾക്ക് കൺകുളിർമയാക്കണേ റഹ്മാനെ. ദീനിനെ മുറുകെ പിടിക്കുന്ന, ദീനിനെ സംരക്ഷിക്കുന്ന സ്വാലിഹായ മക്കളാക്കണ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അത്രത്തോളം അവരോട് കരുണ കാണിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങളെ സ്വർഗപ്പൂന്തോപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ ജാരിയായ സ്വതക്കയാക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കളെ ഒരു തരത്തിലും വേദനിപ്പിക്കരുതേ റഹ്മാനെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശിഫ നൽകണേ റഹ്മാനെ. താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാനെ. ഞങ്ങളിൽ പ്രിയപ്പെട്ട പലരും ഒരുപാട് പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ്. ഏതൊരു പ്രശ്നത്തിനും നിന്റെ അടുത്ത സൊല്യൂഷനുണ്ട് റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ടവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ റമദാൻ ഏറ്റവും നല്ല രീതിയിൽ നീ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്ത് മാക്സിമം ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമായിരിക്കണേ റഹ്മാനെ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربيانا صغيرا ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن دعوة لا يستجاب لها اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين آمين برحمتك يا أرحم الراحمين الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.